തലസ്ഥാനത്തിന്റെ ഹൃദയമായ ചാല മാർക്കറ്റ്. ഇവിടെ നിന്നാണ് ഓരോ തിരുവനന്തപുരംകാരന്റെയും ഓണം ആരംഭിക്കുന്നത്. ആൾക്കാർ വരുന്നുണ്ട്, പക്ഷേ പണ്ടത്തെ കച്ചവടങ്ങൾ പോലെ ഇപ്പോൾ ഇല്ല, കുറവാണ്. എന്ന് വെച്ചാൽ വിലകളും കൂടുതലാണ്. ഒരു കടയിൽ കേട്ട് ഒരു കടയിൽ ചോദിച്ച് അങ്ങനെ മാറി മാറി തിരിഞ്ഞും മറിഞ്ഞ് പോണതുകൊണ്ട് നമുക്ക് കച്ചവടം കുറച്ച് ബാധിച്ചിട്ടുണ്ട്. വലിയ കച്ചവടം പഴയതുപോലെ ഇല്ല. കഴിഞ്ഞ വർഷത്തേന് 2 വർഷത്തിന് മുമ്പുള്ള കച്ചവടമൊന്നും ഇല്ല. ഈ പ്രശ്നം നല്ല കുറവാണ്. അതായത് പ്ലാസ്റ്റിക്കിലൊക്കെ ഈ അത്തപ്പൂക്കൾ ഇറങ്ങിയതുകൊണ്ട് ഇപ്പം പൂവായിട്ട് അങ്ങനെ ആരും എടുക്കുന്നില്ല. ഓഫീസായിരുന്നാലും അത്തപ്പൂക്കൾ ഇടുന്നത് പ്ലാസ്റ്റിക്കിലാണ് എല്ലാം ഇടുന്നത്. ഇപ്പം വലിയ കച്ചവടം എന്നാലും കച്ചവടം സ്കൂൾ പിള്ളേർക്ക് എടുക്കുന്നുണ്ട്. വലിയ എല്ലാ വർഷത്തെയും പോലെ കച്ചവടമില്ല, ഈ പ്രാവശ്യം കുറവാണ്. കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് മഴച്ചാറിൽ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ടാർപ്പാളമൊക്കെ ഇട്ട് മൂടും. കുഴപ്പമില്ലാതെ കച്ചവടം പോകണം. പക്ഷേ ഇനിയും അത് നല്ല കച്ചവടം ഇത് പോകുന്ന നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കണം മക്കളെ. എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട്, നല്ല രീതിയിൽ പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വെച്ചാൽ ടെക്നോ പാർക്കിൻ്റെ കച്ചവടമാണ് നടക്കുന്നത്. ടെക്നോ പാർക്ക്, SBI ബാങ്ക്, പിന്നെ സ്കൂള്, കോളേജ്, അങ്ങനത്തെ ബിസിനസ്സാണ് ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത്. അതിനുള്ള ബിസിനസ് നടക്കാറുണ്ട്. പിന്നെ ഇനിയുള്ള ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്രാളത്തിനാണ്. വലിയ കച്ചവടം ഇല്ല. കാരണം എന്താണെന്ന് അറിയില്ല. എന്നാൽ കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ്. പക്ഷേ എന്നാൽ പോലും കച്ചവടം വളരെ മോശമായിട്ടാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ഈ സ്കൂള്, കോളേജ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ നമുക്ക് യാതൊരു തരത്തിലുള്ള ബിസിനസ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്തപ്പൂവിൻ്റെ വലിയ കച്ചവടം ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്. കച്ചവടം കുറവ് തന്നെ. നാളത്തോളം കഴിഞ്ഞോടെ കച്ചവടം കാണുള്ളൂ. കുറച്ചൊക്കെ പോയി. എൻ്റെ പേര് ബസുമതി. മകളെ കച്ചവടത്തിന്റെ പേരിൽ ഭിന്ന അഭിപ്രായമുണ്ടെങ്കിലും 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാനവും ഓണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം സനീറ്റ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.